ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രിയൽ പാർക്കിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ക്ലിപ്പ് കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. അപ്പോൾ അതിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് 30,000 രൂപ ശമ്പളത്തിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വേക്കൻസികളെന്ന് ഈ നോട്ടിഫിക്കേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളതിൽ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആൾക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാവുന്ന. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും പറ്റും. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഒരു സബ്സിഡറി ഫേമായിട്ടുള്ള കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ്. ക്ലിപ്പിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് ഇന്ന് പറയുന്നത്. ഇത് വിളിച്ചിരിക്കുന്നത് CMD വഴിയാണ്. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് കീഴിലാണ്. CMD വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥാപനം എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിലൊക്കെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അതിൻ്റെ ജോബ് എന്താണ് വന്നിരിക്കുന്നത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ചും ഇതിൻ്റെ ജോലികളെക്കുറിച്ചും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതിലേക്ക് 30 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. ഇനി SC/ST മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജ് ഇളവൊക്കെ ലഭിക്കുന്നതായിരിക്കും. മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം 30,000 രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന ശമ്പളം. അതുപോലെ ഇതൊരു സ്ഥിര നിയമനമായിരിക്കില്ല, ഇതൊരു താൽക്കാലിക നിയമനമായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രി, പ്രിഫറബിളി BSc. അപ്പോൾ BSc ഡിഗ്രി ഉള്ളവർക്കാണ് വിത്ത് MBA ഇൻ മാർക്കറ്റിംഗ് വിത്ത് 2 or 3 year എക്സ്പീരിയൻസ്. അപ്പോൾ മാർക്കറ്റിംഗ് MBA എടുത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഇതിലേക്ക് അവർ BSc ഡിഗ്രിയും അതുപോലെ തന്നെ 2-3 വർഷത്തെ മാർക്കറ്റിംഗ് MBA കഴിഞ്ഞ ശേഷം 2-3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിലേക്ക് താഴെ cmd.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി, CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത്. അതിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ബയോഡാറ്റ അപ്ഡേറ്റ് ചെയ്യാണ് വേണ്ടത്. അതിനുശേഷം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ സെലക്ഷൻ മെത്തേഡൊക്കെ അത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മെയിനായിട്ട് ഉണ്ടായിരിക്കുന്ന കോൺട്രാക്ട് ബേസ് തന്നെയാണ്. അതുകൊണ്ട് എക്സാം കൂടുതൽ ആളുകളുണ്ടെങ്കിൽ മാത്രമേ എക്സാം ഉണ്ടായിരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിങ്ങൾക്ക് നിയമനം ഉണ്ടായിരിക്കാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതിൻ്റെ താഴെ അതിൻ്റെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.